ഹായ്, ആവർത്തന ഗുണനം നാലാമത്തെ വർക്ക്ഷീറ്റ്. ചുവടെ കൊടുത്തിരിക്കുന്ന കൃതികൾ കണ്ടുപിടിക്കൂ. 5-3 കൃതി 3. 5-3 3 പ്രാവശ്യം ആവർത്തിച്ചു ഗുണിച്ചത്. അംശങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ 3 കൃതി 3. ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ 5 കൃതി 3. 3 ഗുണിക്കണം 3 ഗുണിക്കണം 3 9 3 27. 5 5 25 25 125 125 27. ഇവിടെ നിന്ന് നമുക്ക് 5-3 കൃതി 3 സമം 3 കൃതി 3 ബൈ 5 കൃതി 3 എന്നത് ഒന്നുകൂടി മനസ്സിലാക്കാം. ഇവിടെ 3-2 കൃതി 5. അംശങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ 2 2 4 4 4 16 16 2 32. ഛേദങ്ങൾ 5 പ്രാവശ്യം ഛേദം ആവർത്തിച്ച് ഗുണിച്ചാൽ 9 9 9 81 81 × 3 243. 5-3 കൃതി 4. 3 4 പ്രാവശ്യം ആവർത്തിച്ച് ഗുണിച്ചതാണ് അംശം. 5 4 പ്രാവശ്യം ആവർത്തിച്ച് ഗുണിച്ചതാണ് ഛേദം. ഗുണിച്ചാല് 9 9 9 81 5 5 25 25 5 625. 2-1 കൃതി 10. 1 കൃതി 10 ആണ് അംശം. 1ന്റെ ഏത് കൃതിയും 1 ആയിരിക്കും. 2 കൃതി 10 ആണ് ഛേദം. അത് 2 ഗുണിക്കണം 2 ഗുണിക്കണം 10 പ്രാവശ്യം ആവർത്തിച്ച് ഗുണിച്ചത്. ഇവിടെ ഗുണിക്കാനുള്ള സൗകര്യത്തിന് 10 പ്രാവശ്യം ആവർത്തിച്ച് ഗുണിച്ച് തന്നെ എഴുതി നോക്കാം. 4 4 4 16 4 4 4 16 16 × 16 256 256 × 4 സമം 1024. ഇനി 2 2-1 കൃതി 3. ഇതൊരു മിശ്രഭിന്നാണ്. മിശ്രഭിന്നത്തെ ആദ്യം വിഷമഭിന്നമാക്കണം. എങ്ങനെയാക്കുക? 2 ഗുണിക്കണം 2 4 2 2 4 4 1 5 5/2 അല്ലെങ്കിൽ 2-5 കൃതി 3. ഇനി ഇതിലിപ്പോ അംശം 5 കൃതി 3 എന്ന് വന്നു. ഛേദം 2 കൃതി 3 എന്നും. 5 ഗുണിക്കണം 5 ഗുണിക്കണം 5 പറഞ്ഞാൽ 25 × 5 125. ഇവിടെ ഛേദം 8. 125/8 അല്ലെങ്കിൽ 8-125 എങ്ങനെയാണ് മിശ്രഭിന്നാക്ക? ഇതൊരു വിഷമഭിന്നാണ്. അംശം കൂടുതലാണ് ഛേദത്തിനേക്കാളും. അപ്പോൾ 125നെ 8 കൊണ്ട് ഹരിക്കാം. 15 എന്ന് കിട്ടും ഹരണഫലം. ആ ഹരണഫലമാണ് ഈ പൂർണ്ണസംഖ്യ. പിന്നെ ബാക്കി വരുന്ന ശിഷ്ടം വരുന്നത് 5 ആണ്. 5 നമ്മൾ 8 കൊണ്ടല്ലേ ഹരിച്ചത്? ഛേദം 8 അല്ലേ? അപ്പൊ ഇവിടെയും ഛേദം 8. അപ്പോൾ മിശ്രഭിന്നാക്കിയാൽ 15 8-5. 7-2 കൃതി 3 എന്നുള്ളത് ഇതുപോലെ തന്നെ ചെയ്താല് ഉത്തരം 343-8. ഈ പട്ടിക നന്നായി പഠിച്ചാല് വളരെ പെട്ടെന്ന് ഇനിയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും പെട്ടെന്ന് ഉത്തരം കിട്ടും. 0.3 കൃതി 3 പറഞ്ഞാല് 0.3 3 പ്രാവശ്യം ആവർത്തിച്ച് ഗുണിച്ചത്. 0.3 എന്ന് പറഞ്ഞാല് 10-3 10-3 3 പ്രാവശ്യം ആവർത്തിച്ച് ഗുണിച്ചു. അപ്പൊ 3 9 9 3 27 27/1000 എന്ന് കിട്ടി. 27/1000 ദശാംശ സംഖ്യയായിട്ട് എങ്ങനെ എഴുതാ? 0.027. ഇനി 0.15 കൃതി 2 ഇതുപോലെ എഴുതിയാല് ഇതിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ട് എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ കണ്ടെത്താനാവും. ഇവിടെ 2 ദശാംശ സ്ഥാനം കൃതി 2. അപ്പോൾ ഉത്തരത്തിൽ 4 ദശാംശ സ്ഥാനം ഉണ്ടായിരിക്കും. ഇവിടെ 1 ദശാംശ സ്ഥാനം കൃതി 3. 1 ഗുണിക്കണം 3 ഗുണനഫലത്തിൽ 3 ദശാംശ സ്ഥാനം.
2.7 കൃതി 3. ഗുണനഫലത്തിൽ 3 ദശാംശ സ്ഥാനം. 1 ഗുണിക്കണം 3 1 ഗുണിക്കണം 4 4 ദശാംശ സ്ഥാനം ഉണ്ടാവും ഇതിന്റെ ഉത്തരത്തിൽ. ഇവിടെയോ 3 ഗുണിക്കണം 2 ഗുണനഫലത്തിൽ 6 ദശാംശ സ്ഥാനം. 5 ഗുണിക്കണം 5 25 ആണ്. ആ 25ന്റെ ഇടതുഭാഗത്തായി 4 പൂജ്യം കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോഴാണ് 6 ദശാംശ സ്ഥാനം ഉണ്ടാവുക. ഇനി ഇതുപയോഗിച്ച് കൃതികൾ കണ്ടുപിടിക്കാം. 1.1 കൃതി 3 സമം 1.1നെ 3 പ്രാവശ്യം ആവർത്തിച്ച് ഗുണിച്ചത്. നമ്മൾ എങ്ങനെ ഗുണിക്കാറ്? ആദ്യം സംഖ്യകൾ തമ്മിൽ ഗുണിക്കും. 11 ഗുണിക്കണം 11 121. 121 ഗുണിക്കണം 11 1331. ഇനി എത്ര ദശാംശ സ്ഥാനമുണ്ട്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു 1 ഗുണിക്കണം 3 3 ദശാംശ സ്ഥാനം. 1 2 3 3 ദശാംശ സ്ഥാനം. ഇവിടെ നിന്ന് 1 ഇങ്ങോട്ട് പോയി 2 3 1.331. ഇനി 0.02 കൃതി 5 ഗുണനഫലത്തിൽ എത്ര ദശാംശ സ്ഥാനം ഉണ്ടാവും? 2 ഗുണിക്കണം 5 10 ദശാംശ സ്ഥാനം. ആദ്യം ആ സംഖ്യകൾ തമ്മിൽ ഗുണിക്കണം. 2 ഗുണിക്കണം 2 ഗുണിക്കണം 5 പ്രാവശ്യം 32 കിട്ടും. ആ 32ഉം പിന്നെ ആകെ എത്ര ദശാംശ സ്ഥാനം ഉണ്ടാവും? 10 ദശാംശ സ്ഥാനം ഉണ്ട്. അപ്പൊ എത്ര പൂജ്യം ഇട്ട് കൊടുക്കണം? ഇവിടെ 3 2 എന്ന് എഴുതി കഴിഞ്ഞു. പിന്നെ ബാക്കി 8 പൂജ്യം ഇട്ട് കൊടുക്കണം. 0.1 കൃതി 6 ഒന്നിന്റെ ഏത് കൃതിയും 1 ആയിരിക്കും. പക്ഷെ ഇവിടെ 0.1 ആണ്. അപ്പോൾ ഗുണനഫലത്തിൽ 6 ദശാംശ സ്ഥാനം ഉണ്ടാവും. 1 നമുക്ക് ഗുണനഫലമായിട്ട് കിട്ടും. അത് 1 എഴുതി പിന്നെ 5 പൂജ്യം ചേർത്ത് കൊടുക്കണം. 0.00000001. 0.7 കൃതി 2 2 പ്രാവശ്യം ആവർത്തിച്ച് ഗുണിച്ചാൽ 7 7 49. പിന്നെ എത്ര ദശാംശ സ്ഥാനമാണ്? 2 × 2 4 ദശാംശ സ്ഥാനം. 1.5 കൃതി 2നോ എത്ര ദശാംശ സ്ഥാനം? 2 ദശാംശ സ്ഥാനം. പിന്നെ 15 ഗുണിക്കണം 15 225 ആണ്. അപ്പോൾ 2.25. 16 കൃതി 3 സമം 4096. 36 കൃതി 2 സമം 1296 ആണ്. ഇതുപയോഗിച്ച് ചുവടെയുള്ള കൃതികൾ കണ്ടുപിടിക്കൂ. 1.6 കൃതി 3 എത്ര ദശാംശ സ്ഥാനം ഉണ്ടാവും ഗുണനഫലത്തില്? 1 ഗുണിക്കണം 3 3. അപ്പോൾ ഉത്തരം ഇവിടെ 4096 ആണ് ഗുണനഫലം 16 കൃതി 3ന്റെ. അപ്പോൾ ഇവിടെ 4.096 3 ദശാംശ സ്ഥാനങ്ങൾ. ഇവിടെ 2 × 3 6 ദശാംശ സ്ഥാനം. ഇവിടെയോ 3 × 3 9 ദശാംശ സ്ഥാനം. അപ്പൊ 4 സ്ഥാനം ഇവിടെ 4096 എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി 5 പൂജ്യം ഇട്ട് കൊടുക്കണം. ഇവിടെ 3.6 കൃതി 2ല് 2 ദശാംശ സ്ഥാനം. ഇവിടെ 4. ഇവിടെ 3 2 6. ഇവിടെയോ 4 2 8. അപ്പൊ 4 പൂജ്യം ഇട്ട് കൊടുക്കണം. ഇവിടെ 2 10. അപ്പോൾ 6 പൂജ്യം ഇട്ട് കൊടുക്കണം. 0 പോയിന്റ് കഴിഞ്ഞിട്ട് 6 പൂജ്യം ഇട്ട് കൊടുക്കണം. ചുവടെ നൽകിയ പട്ടിക നിരീക്ഷിച്ച് അവസാനത്തെ 2 വരികൾ പൂർത്തിയാക്കും നോക്കൂ. പട്ടിക നിരീക്ഷിച്ചാല് 2 2 1 കൂട്ടണം 4 1 2 1 കൂട്ടണം 4 1 കൂട്ടണം 8 1. അപ്പൊ അടുത്ത സംഖ്യ ഏതായിരിക്കും? യെസ് 2 1 കൂട്ടണം 4 1 കൂട്ടണം 8 1 കൂട്ടണം 16 1. 2 2 4 4 2 8 8 2 16. അവസാനത്തെ സംഖ്യ 1ൽ നിന്ന് കുറച്ചതാണത്. ഇനി അത് കൃത്യങ്കം ഉപയോഗിച്ച് കൃതികളായിട്ട് എഴുതിയതാണ് ഇത്. ഓക്കെ. ഇനി
അടുത്ത സംഖ്യ 32ൽ 1, അത് കൃതിയായിട്ടും എഴുതാം. ഒരു സമചതുരത്തിന്റെ ഒരു വശം 12 സെന്റിമീറ്റർ ആയാൽ അതിന്റെ പരപ്പളവ് എത്രയായിരിക്കും? വശങ്ങൾ 4.5 സെന്റിമീറ്റർ ആയാലോ എത്രയായിരിക്കും പരപ്പളവ്? പരപ്പളവ് സമം വശം ഗുണിക്കണം വശം, 12 സെന്റിമീറ്റർ ഗുണിക്കണം 12 സെന്റിമീറ്റർ, 144 സ്ക്വയർ സെന്റിമീറ്റർ, ചതുരശ്ര സെന്റിമീറ്റർ അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ. പരപ്പളവ് എന്ന് പറഞ്ഞാല് 4.5 × 4.5, 4×5 20. ഇവിടെ ഒരു എളുപ്പ വഴി, ഒരു സൂത്രമുണ്ട്. എന്താ അറിയോ? 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗം എന്ന് പറഞ്ഞാൽ സ്ക്വയർ. 15 സ്ക്വയർ, 15 കൃതി 2 സമം 15ല് ഒറ്റയുടെ സ്ഥാനത്ത് 5 അപ്പൊ ഇവിടെ 25. ഈ 5ൽ അവസാനിക്കുന്ന സംഖ്യകളുടെ രണ്ടാം കൃതിക്ക് മാത്രമേ ഇത് ബാധകമാവുള്ളൂ കേട്ടോ. അപ്പൊ ഇവിടെ ആദ്യം 25 എന്ന് എഴുതി, പിന്നെ ഈ 1ന്റെ അടുത്ത നമ്പർ 2, 1 ഗുണിക്കണം 2 2, ആ 2ആണിത്. ഇനി 25 സ്ക്വയറോ? 2 ഗുണിക്കണം 3 6, 625. 35 സ്ക്വയറോ? 25 ആദ്യം എഴുതി, 3 ഗുണിക്കണം 3ന്റെ തൊട്ടടുത്ത സംഖ്യ 4, 12 25, 1225. 45 സ്ക്വയറോ? 4 5 20, 2025. 55 സ്ക്വയറോ? 5 6 30, 3025. ഓക്കെ, അപ്പൊ ഇനി 65 സ്ക്വയർ എത്രയായിരിക്കും? 75 സ്ക്വയർ എത്രയായിരിക്കും? തനിയെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കൂ, ശരിക്കും ഗുണിക്കാതെ എളുപ്പ വഴിയില്. ഓക്കെ, താങ്ക് യു, ബൈ.